നമ്പർ വള്ളം മേൽപ്പാടം ചുണ്ടൻ KBC SFPC കുമരകം തുഴയുന്ന സോളി മേൽപ്പാടം ക്യാപ്റ്റനും PC കുരുവിള്ള ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള മേൽപ്പാടം മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നാലാം ട്രാക്കിലൂടെ കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അലൻ 3 തൈക്കലാൻ എയ്ഡൻ 3 തൈക്കൽ ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് PP ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ വള്ളം നാലാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 1979 നെഹ്റു ട്രോഫി വാരിപ്പുണർന്ന വലിയ ദിവാഞ്ചി ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ വള്ളമില്ല, മൂന്നാം ട്രാക്കിൽ മേൽപ്പാടം, നാലാം ട്രാക്കിൽ കാരിച്ചാൽ ജല ചക്രവർത്തി കാരിച്ചാൽ 74, 75, 80, 81, 82, 83, 86, 87, 2000, 2001, 2003, 2008, 2016 പൊന്നമട കായലിൽ ഇതിഹാസം തീർത്ത ജലചക്രവർത്തി കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചിറകിലേറി കടന്നു വരുകയാണ്. 2019, 2019, 2021, 2022, 2023 ഹാട്രിക് നേടിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അങ്ങനെ കാരിച്ചാൽ ചുണ്ടനിൽ ചരിത്രം വിട്ടുകൊടുക്കില്ല എന്ന ഉഗ്ര പ്രതിഷ്ഠയോടുകൂടി കാരിച്ചാൽ കടന്നുവരുന്നു. അങ്ങനെ ഒന്നാം ട്രാക്കിൽ വലിയ ദിവാഞ്ചി, രണ്ടാം ട്രാക്കിൽ വള്ളമില്ല, മൂന്നാം ട്രാക്കിൽ മേൽപ്പാടം, നാലാം ട്രാക്കിൽ കാരിച്ചാൽ. അങ്ങനെ 3 വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങളുടെ 5ാം പാദ മത്സരത്തിൽ പുഴയെറിഞ്ഞ് കടന്നു വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, ആവേശഭരിതമായിട്ടുള്ള ഒരു കാഴ്ച. പൊന്നമട കായലിന്റെ കുഞ്ഞോളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ജലരാജാക്കന്മാര് ജലത്തുള്ളികളെ അപ്രപാളികൾ പോലെ ചിതറിച്ചുകൊണ്ട് കടന്നു വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഒന്നാം ട്രാക്കിലൂടെ വലിയ ദിവാഞ്ചി കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ വള്ളമില്ല, മൂന്നാം ട്രാക്കിൽ മേൽപ്പാടം, നാലാം ട്രാക്കിൽ ജലചക്രവർത്തി കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചിറകിലേറി അങ്ങനെ കടന്നു വരികയാണ്. 3 ചുണ്ടൻ വള്ളങ്ങൾ. ആ കാണികൾ ആകാംക്ഷാഭരിതരാണ്. കാരണം ഈ ഹീസിൽ കാരിച്ചാലുണ്ട്, ജലചക്രവർത്തി കാരിച്ചാലുണ്ട്. തുഴച്ചിലാരാണ്? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഹാട്രിക് ജേതാക്കളാണ്. കഴിഞ്ഞ വർഷം വിയ്യപുരം ചുണ്ടനിൽ നെഹ്റു ട്രോഫി മുത്തമിട്ട പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇക്കുറി കാരിച്ചാൽ ചുണ്ടനിൽ അങ്ങനെ തേരിലേറി കടന്നു വരുമ്പോൾ പ്രവചനം അസാധ്യമാണ്. 3 ജലരാജാക്കൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുഴയെറിഞ്ഞ് കടന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാരിച്ചാൽ, അതെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ എതിരാളികളെ പിന്നിലാക്കിക്കൊണ്ട് തുഴയെറിഞ്ഞ് കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ആവേശം കടക്കുകയാണ്, ആവേശം വാരി വിതറുകയാണ്. പൊന്നമട കായല് അങ്ങനെ കുടുങ്ങി ഒഴുകുകയാണ്. അത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. 1982 പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പൊന്നമട കായലിൽ മത്സരവള്ളംകളി കാണാനെത്തുകയും അന്നത്തെ നടുഭാഗം ചുണ്ടൻ വിജയശ്രീ ലാളിതരായി ആ വള്ളത്തിൽ ആവേശഭരിതമായി ചാടി കയറിയതിന്റെ ഓർമ്മ പുതുക്കുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് ലോകത്തിൽ ഏറ്റവും അധികം കായിക പ്രേമികൾ പങ്കെടുക്കുന്ന, കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ആ ജലോത്സവത്തിന്റെ 5ാം പാദ മത്സരത്തിൽ ഒന്നാം ട്രാക്കിലൂടെ വലിയ ദിവാഞ്ചി, രണ്ടാം ട്രാക്കിൽ വള്ളമില്ല, മൂന്നാം ട്രാക്കിൽ മേൽപ്പാടം, നാലാം ട്രാക്കിൽ കാരിച്ചാൽ 3 ജല ചക്രവർത്തിമാർ ഒപ്പത്തിനൊപ്പം തുഴയെറിഞ്ഞ് കടന്നു വരുന്ന അതിശക്തമായിട്ടുള്ള ഒരു കാഴ്ച. കാണികൾ ആവേശം വിതറുകയാണ്, വിസിലടികൾ മുഴങ്ങുകയാണ്, കൈകൾ കുപ്പി തോർത്തുകൾ വീശിക്കൊണ്ട് അങ്ങനെ തുഴച്ചിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നയന മനോഹരമായ ഒരു കാഴ്ച. ആവേശം അതിരുകടക്കുകയാണ്. കാരണം പള്ളാത്തുരുത്തി ക്ലബിന്റെ ചിറകിലേറി കാരിച്ചാൽ പറന്നു വരുന്നുണ്ട്. മൂന്നാം ട്രാക്കിൽ മേപ്പാടമുണ്ട്, ഒന്നാം ട്രാക്കിൽ വലിയ ദിവാഞ്ചിയുണ്ട്. അങ്ങനെ ഒന്നാം ട്രാക്കിൽ വലിയ ദിവാഞ്ചി, മൂന്നാം ട്രാക്കിൽ മേൽപ്പാടം, നാലാം ട്രാക്കിൽ കാരിച്ചാൽ. അങ്ങനെ 3 ജല ചക്രവർത്തിമാരുടെ പോരാട്ടം അങ്ങനെ കനക്കുമ്പോൾ പൊന്നമട കായലിന്റെ ചിറമുറി കഴിയുമ്പോഴത്തേക്ക് അതേ നാലാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കാരിച്ചാൽ ഇല്ല വിട്ടുകൊടുക്കുന്നില്ല മേൽപ്പാടം, വലിയ ദിവാഞ്ചി. അങ്ങനെ എന്തൊരു അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരികയാണ് വലിയ ദിവാഞ്ചി. ഒന്നാം ട്രാക്കിൽ, രണ്ടാം ട്രാക്കിൽ മേൽപ്പാടം,
മൂന്നാം ട്രാക്കിൽ കാരിച്ചാൽ ജലചക്രവർത്തി കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 2019-ലും 2021-ലും 22-ലും 23-ലും ഈ ട്രോഫി മുത്തമിട്ട ചരിത്രമുറങ്ങുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഈ കൊറിയ ആർട്ടിക്ക് കഴിഞ്ഞ് 5ാം തവണയും നെഹ്റു ട്രോഫി മുത്തമിടുമെന്ന ഉഗ്ര പ്രതിഷ്ഠയോടുകൂടി പുഴയെറിഞ്ഞ് കടന്നു വരുന്ന കാരിച്ചാലിന്റെ ചിറകിലേറി കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. 1ാം ട്രാക്കിൽ വലിയ ദിവാഞ്ചി വരുമ്പോൾ 3ാം ട്രാക്കിൽ മേൽപ്പാടം, 4ാം ട്രാക്കിൽ കാരിച്ചാൽ. അങ്ങനെ 3 ജലചക്രവർത്തിമാരുടെ ഒരിഞ്ഞ പോരാട്ടം വാട്ടർ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1200 മീറ്റർ ഐതിഹ്യം ദൈർഘ്യമുള്ള ഈ വാട്ടർ സ്റ്റേഡിയത്തിൽ അങ്ങനെ 3 ജലരാജാക്കന്മാരുടെ പോരാട്ടം. 1ാം ട്രാക്കിൽ വലിയ ദിവാഞ്ചി, 3ാം ട്രാക്കിൽ മേൽപ്പാടം, 4ാം ട്രാക്കിൽ കാരിച്ചാൽ. അങ്ങനെ കാരിച്ചാൽ 4ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കാരിച്ചാൽ. അങ്ങനെ ജലചക്രവർത്തി കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചിറകിലേടി അലൻ 3 തൈക്കിൽ നെയ്ഡൻ 3 തൈക്കിൽ ക്യാപ്റ്റനായിട്ടുള്ള മനോജ് ചിപ്പി ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കാരിച്ചാലിന്റെ ചിറകിലേറി അങ്ങനെ എതിരാളികളെ നിഷ്ഫലമാക്കിക്കൊണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ എതിരാളികളെ വള്ളപ്പാടുകൾ പിന്തള്ളിക്കൊണ്ട് ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നിരിക്കുകയാണ്. വലിയ ദിവാഞ്ചിയും മേപ്പാടവും വളരെ പിന്നിലാണ്. അവരൊപ്പത്തിനൊപ്പം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. 7ാം നമ്പർ വള്ളം വലിയ ദിവാഞ്ചി, 14ാം നമ്പർ വള്ളം മേപ്പാടൻ. അങ്ങനെ മേപ്പാടവും വലിയ ദിവാഞ്ചിയും അങ്ങനെ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം കിടക്കുമ്പോൾ അത് മേപ്പാടം. 14ാം നമ്പർ വള്ളം KBC SFBC കുമരകത്തിന്റെ മേൽപ്പാടം ഇതാ രണ്ടാമതായി കടന്നുപോയി. 3ാമതായി വലിയ ദിവാഞ്ചിയും കടന്നുപോയി. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള 19 ജല ചക്രവർത്തിമാർ 5 ഹീറ്റ്സുകളിലായി പുന്നമട കായലിന്റെ കുഞ്ഞോളങ്ങളെ കുളത്തിലെത്തിച്ചുകൊണ്ട് കടന്നുപോയെങ്കിൽ ഇനിയോ ലൂസൈഡ് ഫൈനൽ മത്സരങ്ങളാണ്. അതോടൊപ്പം തന്നെ ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് നടക്കേണ്ടത്. അങ്ങനെ ആവേശമലതല്ലി നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള പ്രസാദ സുന്ദരമായിട്ടുള്ള ഒരു സ്വയം സന്ധിയോടടുക്കുമ്പോൾ പുന്നമട കായൽ അങ്ങനെ അണിഞ്ഞൊരുങ്ങുകയാണ്.